റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ്. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ കസ്റ്റംസ് ചോദ്യം ചെയ്ത വ്യവസായി NIT ഗവേണിംഗ് ബോഡിയിലെത്തിയത് കോൺഗ്രസ് MLA ശുപാർശയിൽ. പൊന്നാനി MLA KP നൌഷാദ് അലി വ്യവസായ മന്ത്രിക്ക് നൽകിയ കത്ത് റിപ്പോർട്ടറിന്. ലഫീർ മുഹമ്മദിനെ സംസ്ഥാന സർക്കാർ പ്രതിനിധിയാക്കണമെന്ന് ജൂലൈ 21 നൽകിയ കത്തിൽ ആവശ്യപ്പെടുന്നു. ഉന്നത വിദ്യാഭ്യാസം, സംരംഭകത്വ മേഖലയിൽ പ്രമുഖനാണ് ലഫീർ എന്നും ശുപാർശ കത്തിലുണ്ട്. മണ്ഡലത്തിൽ നിന്നുള്ള ആളെന്ന നിലയിലാണ് കത്ത് നൽകിയത് എന്നാണ് MLA വിശദീകരണം. റഹീസ് റഷീദ് വിവരങ്ങളുമായി ചേരുകയാണ്. റഹീസ്, എന്താണ് ഈ ശുപാർശയ്ക്ക് പിന്നിലെ താല്പര്യം? മാധു, അത് നമുക്ക് വ്യക്തമല്ല. കാരണം കോഴിക്കോട് NIT-യിൽ സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധിയായി ഒരാളെ നിയമിക്കേണ്ടിയിരുന്നു. അതാത് സർക്കാരുകൾ മാറി മാറി വരുമ്പോൾ അവർ നിയമിക്കുകയാണ് ചെയ്തത്. അവിടെ ലഫീർ മുഹമ്മദ് എന്ന വ്യവസായി വന്നതോടുകൂടി പ്രാദേശികമായി ഇപ്പോൾ കോഴിക്കോട് ജില്ലയിലെ ലീഗ് നേതൃത്വത്തിനും കോൺഗ്രസ് നേതൃത്വത്തിനും അക്കാര്യത്തിൽ എതിർപ്പുണ്ടായിരുന്നു. അതൊരു പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആകുമ്പോൾ എങ്ങനെ അവരാരും അറിയാതെ ഒരാൾ വന്നു എന്നതായിരുന്നു വിമർശനം. എന്ന് മാത്രമല്ല, സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ കസ്റ്റംസ് ചോദ്യം ചെയ്ത് വിട്ടയച്ച ആളാണ്. പ്രതിയൊന്നുമല്ല, പക്ഷെ ചോദ്യം ചെയ്ത് ആരോപണ വിധേയനായി ആദ്യഘട്ടത്തിൽ വന്ന ഒരാളാണ്. പിന്നീടാണ് എങ്ങനെയാണ് ഇദ്ദേഹത്തിന്റെ നിയമനം നടന്നത് എന്ന കാര്യത്തിൽ നമ്മൾ അന്വേഷിച്ചപ്പോഴാണ് പൊന്നാനി MLA KP നൌഷാദ് അലി ഇദ്ദേഹത്തെ സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധിയായി കോഴിക്കോട് NIT-യിൽ നിയമിക്കണം എന്നാവശ്യപ്പെട്ട് വ്യവസായ വകുപ്പ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടിക്ക് ഒരു കത്ത് നൽകിയ കാര്യം വ്യക്തമാകുന്നത്. ആ കത്താണ് നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നതും. ആ കത്തിൽ പറയുന്നത് ലഫീർ മുഹമ്മദ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും സംരംഭകത്വ മേഖലയിലും പ്രാഗൽഭ്യം തെളിയിച്ച ഒരാളാണ്. അങ്ങനെ ഒരാൾ വിദേശത്തടുത്ത് അടക്കം വിവിധ സർവകലാശാലകൾ നടത്തുന്ന ആളുകളാണ്. അങ്ങനെ ഒരാൾ കേരളത്തിലെ NIT-യിലെ ഗവേണിംഗ് ബോഡിയിൽ നിൽക്കുമ്പോൾ അത് കേരളത്തിന് ഗുണമാകും എന്നാണ് ശുപാർശ കത്തിൽ പറയുന്നത്. ജൂലൈ മാസം 21 തീയതിയാണ് KP നൌഷാദ് അലി PK കുഞ്ഞാലിക്കുട്ടിക്ക് കത്ത് നൽകുന്നത്. നമ്മൾ ഇക്കാര്യം KP നൌഷാദ് അലിയുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് മണ്ഡലത്തിലുള്ള ഒരു ആളാണ്, പൊന്നാനി മണ്ഡലക്കാരനാണ് ലഫീർ മുഹമ്മദ്. ഇങ്ങനെ വേണമെന്നാവുന്നു. മണ്ഡലത്തിൽ എനിക്ക് ലഫീർ പരിചയവും വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളാണെന്നറിയാം. അങ്ങനെ ഒരു റിക്വസ്റ്റ്, ഒരു ശുപാർശ കത്ത് PK കുഞ്ഞാലിക്കുട്ടിക്ക് നൽകിയതാണ്. അദ്ദേഹം അതിനകത്ത് മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. എനിക്കതിൽ വ്യക്തിപരമായ ഒരു താല്പര്യവുമില്ല. അങ്ങനെ താല്പര്യമുണ്ടെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധിയെ നിയോഗിക്കേണ്ടത് മുഖ്യമന്ത്രിയാണ്, വ്യവസായ വകുപ്പ് മന്ത്രിയല്ല. അങ്ങനെയാണെങ്കിൽ എനിക്ക് താല്പര്യമുണ്ടായിരുന്നെങ്കിൽ നേരിട്ട് മുഖ്യമന്ത്രിക്ക് കത്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ ലഫീർ മുഹമ്മദ് PK കുഞ്ഞാലിക്കുട്ടിക്ക് ഒരു ശുപാർശ കത്ത് വേണം എന്നാണ് എന്നോട് ആവശ്യപ്പെട്ടത്. അതുകൊണ്ട് കുഞ്ഞാലിക്കുട്ടിക്ക് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഈ നിയമനത്തിൽ തനിക്കൊരു റോളുമില്ല എന്നതാണ് KP നൌഷാദ് അലിയുടെ വിശദീകരണം. റഹീസ് റഷീദാണ് വിവരങ്ങൾ നൽകിയത്. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ കസ്റ്റംസ് ചോദ്യം ചെയ്ത വ്യവസായിയാണ് NIT ഗവേണിംഗ് ബോഡിയിൽ എത്തിയിരിക്കുന്നത്. കോൺഗ്രസ് MLA ശുപാർശയുമായി ബന്ധപ്പെട്ട കത്താണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്.